അപ്പൊ ചക്കരെ ഈവനിങ് ഷാപ്പ് at 3:30. ഓക്കെ? ചുമ്മാ നമ്പർ ഇടാ ഡാഡി. ഡാഡി ഇപ്പൊ എങ്ങോട്ടും പോവാൻ പോണില്ല. സീതാ മിസ്സിനെ കാണാൻ ഡാഡി ഇവിടെ കാണുന്ന എനിക്ക് അറിഞ്ഞൂടെ? ഒറ്റടി ഞാൻ ഓടാടുന്നു. ഡാഡി എന്താ ഡാഡി വരച്ച സീതാ മിസ്സിന്റെ പടമാ. അയ്യോ, ഞാനിത് കാണിക്കും മിസ്സിനെ. ചുമ്മാ ഇരുടാ. ദാ മിസ് നോക്കിയേ. ഹായ് സീത, നിന്റെ പടം നന്നായിട്ടുണ്ട്. ഇയാൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. സീത വേണ്ട. വേണം. ഇയാളോട് 10 പറഞ്ഞില്ലെങ്കിൽ പെണ്ണായി ജീവിച്ചിട്ട് എന്താ കാര്യം? ആ കുഞ്ഞിനെ നിങ്ങളൊരു ഉപകരണമാക്കരുത്. സീത, അത് ഞാൻ നോ, നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നെ മാത്രമല്ല ആരെയും. നിങ്ങൾക്കറിയോ, കുഞ്ഞുണ്ണിയെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു അച്ഛനുണ്ട്. അവനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പാവ അച്ഛൻ. അയാളെ തകർത്തിട്ട് വേണോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ? നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്നേഹങ്ങളുടെയും ബന്ധങ്ങളുടെയും വില നിങ്ങൾക്കറിയില്ലല്ലോ. നോ, നിങ്ങൾ കണ്ട ആ പഴയ സീതയല്ല ഞാൻ. എന്റെ സ്നേഹം തിരിച്ചു പിടിക്കാനാണ് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതെങ്കിൽ അതൊക്കെ വെറുതെയാണ്. വെറുതെ. നീ ഇത്രയും പറഞ്ഞില്ലേ? ബോംബെയിലെ ആ പഴയ ജീവിതം കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ട് എത്തിയതാ ഞാൻ. അറിയോ നിനക്ക്? കാലുകുപ്പെടുത്ത് കളയണോ? എന്തൊരു കുടിയാടോ ഇത്? ഞാൻ കുടിക്കും. കുടിച്ച് കുടിച്ച് മരിക്കും. നല്ല ഭാസ്കര, മതി, നിർത്ത്. താൻ ആരാണ് ഉപദേശിക്കാൻ? ഞാൻ ഉപദേശിച്ചതല്ല. ഇനി ഇതേ ഈ പൈന്റും കൂടെ ബാക്കിയുള്ളൂ. ഇതെനിക്ക് വേണം. അത് വേണമെങ്കിൽ ഇനി പറഞ്ഞ പോലെ ഇനി മേടിക്കും. ഭാസ്കറിന് എന്തിനായി കാശൊക്കെ? ആരോ ശ്രദ്ധിക്കുന്നു. ഭാസ്കര, മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. വേദാന്തം ഒന്നും എന്നോട് ഓതണ്ട. തനിക്കുമില്ല 5-6 നമ്മള് മക്കളെ പോറ്റുന്നത് തീ തിന്നാനാ. നീ കുഞ്ഞുണ്ണിയെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ആ ഡാഡി എന്ന് പറഞ്ഞവൻ ആളത്ര ശരിയല്ല. അവൻ എന്നെ തോക്കി കൊണ്ട് പേടിപ്പിച്ചു. പിന്നെ തോക്ക് ഭാസ്കറിന് തോക്കും കോപ്പൊന്നും വേണ്ട. എന്റെ മോനെ മയക്കെടുത്ത പുല്ലിന്റെ മോനുണ്ടല്ലോ, ഈ സോഡ കുപ്പിയുണ്ട് ഭാസ്കര, ആ തെണ്ടി നമ്മുടെ ഫോട്ടോ എടുത്തെന്നാ തോന്നേ. ആരോട് ചോദിച്ചിട്ടാ ഫോട്ടോ എടുത്തത്? അപ്പനോട്. അയ്യോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. ആൾമാറാട്ടം നടത്തിയതിന് നിനക്ക് കഠിന തടവ്, കൂട്ടുന്നതിന് നിനക്ക് വെറും തടവ്. കാണിച്ചു തരാവടാ പുല്ലുകളെ. പന്നി, നീ കൊറേ കാലമായി കാണിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്താണ് അറിയണ്ടേ? ഈ ഡ്രൈവർ ഭാസ്കരൻ തന്നെയാടാ നീ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഭാസ്കര പിള്ള. നീ എന്താടാ പുളുത്തോ? ചെന്ന് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യടാ. റിപ്പോർട്ട് ചെയ്യടാ. ഇതുകൊണ്ട് നീ ഞാൻ കാണട്ടെ. കേട്ടടാ ഇത് ഞാൻ പോണ വഴിക്ക് ഗണപതിയുടെ നടയിൽ ഉടച്ചോളടാ. നീ യൂറിൻ പാസ്. സോറി, എന്റെ ഫിലിം എന്റെ എല്ലാം പോയി. നമ്മളിനി കാണില്ലേ ഡാഡി? അയ്യേ, മോനെന്താ അങ്ങനെ പറഞ്ഞ? അല്ല, സീത മിസ് വഴക്ക് പറഞ്ഞോണ്ട്. സത്യം പറ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഡാഡി എന്നെ ഇവിടെ കൊണ്ട് വിട്ടത്? ഹേയ്, ഒരിക്കലുമല്ല. ഉറക്കത്തിൽ പലതവണ മോൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ചക്കരയുടെ അച്ഛനോട് ഒറ്റയ്ക്കല്ലേന്ന് ഓർത്തപ്പോ മോൻ ചെല്ലേ. എനിക്ക് പേടിയാവുന്നു. അച്ഛൻ എന്നെ എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കുഞ്ഞുണ്ണി, പേടിക്കാൻ ഒന്നുമില്ല. അച്ഛൻ ഡീസൽ അടിച്ച് ഓഫായതാ. ആഹാ, നല്ല പൂക്കുറ്റിയല്ലേ. പടാ, നമുക്ക് പോവാം. അച്ഛനെ കോലത്തില് തനിച്ചാക്കിട്ടോ? പിന്നല്ലാതിപ്പോ ഡാഡി പൊയ്ക്കോളൂ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ നീ മാനേജ് ചെയ്യൂടാ?
അതൊക്കെ ഉണ്ട്. ഈ കേസ് ഞാൻ എത്ര അറ്റൻഡ് ചെയ്തതാ ഡാഡി. ഡാഡി ധൈര്യം പൊക്കോളൂ. ഉറപ്പാണേ? ഉറപ്പ്. ഡാഡി പൊക്കോളൂ, അച്ഛനെ ഞാൻ ഉണർത്തിക്കോളാം. അപ്പൊ ഓക്കെ. ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. അച്ഛാ, 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 ഇനി പഴയ പരിപാടി തന്നെ. അച്ഛാ, ഗുഡ് മോർണിംഗ്. അച്ഛൻ എന്നോട് പിണക്ക? വേണ്ട, നീ അച്ഛനോട് മിണ്ടണ്ട. നിനക്കിപ്പോ വേറെ ഡാഡി ഉണ്ടല്ലോ. പോ, നീ അവനൂടെ പോയിക്കോ. അച്ഛൻ എന്നെ തല്ലിയതുകൊണ്ടല്ലേ ഞാൻ ഡാഡിയുടെ കൂടെ പോയത്. കുഞ്ഞുണ്ണി, ഡാഡി എന്നുള്ള നിന്റെ ഈ വിളി അച്ഛനെ തീരെ സഹിക്കുന്നില്ല. കണ്ണി കണ്ടവനൊക്കെ ഡാഡി എന്ന് വിളിക്കുമ്പോ നിന്റെ നെഞ്ചാ പൊട്ടണേ. അതങ്ങനെ ആയിപ്പോയി അച്ഛാ. എനിക്കാണെങ്കിൽ അത് മാറ്റാനും പറ്റുന്നില്ല. അച്ഛൻ കരുതുന്ന പോലെ അല്ല ഡാഡി. ഡാഡി നല്ല ആളാ. ഒരു അടിപൊളി ഡാഡിയെ കിട്ടുന്നത് സ്കൂളിലും ഫ്രണ്ട്സിന്റെ മുന്നിലും ഒക്കെ ഒരു ഗമയല്ലേ അച്ഛാ? അപ്പൊ ഇത് തുടരാൻ തന്നെ നിന്റെ പാവം. പറ, എന്നെ തനിച്ചാക്കിട്ട് ഇനി നീ അയാളുടെ കൂടെ പോവോന്ന് പറയടാ. എടുത്തു ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രമേണ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് അവനെ മാറ്റിയെടുക്കാം. അതുവരെ ഭാസ്കരൻ എല്ലാം സഹിക്കണം, ക്ഷമിക്കണം. എന്താ, അച്ഛൻ എന്നെ തല്ലണോ? തല്ലിക്കോ അച്ഛാ? ഇല്ല, മോൻ ഇനി അച്ഛൻ തല്ലില്ല. അച്ഛൻ തല്ലിയിട്ട് മോൻ ഒരുപാട് വേദനിച്ചോ? സാരില്ല കേട്ടോ. മോൻ ചെല്ല്. ഇനി മോൻ കുളിക്കുന്നു, അച്ഛൻ ദോശ ചുടുന്നു. ഹാ, ചെല്ല് മോനെ. ഇന്ന് മോൻ അച്ഛൻ സ്കൂളിൽ കൊണ്ടുവിടുത്തേ. സ്കൂളിലോ? അല്ല, കവല വരെ. സത്യത്തിൽ സ്കൂളിൽ കൊണ്ടുവിടാൻ ആശയില്ലാഞ്ഞിട്ടാണോ അച്ഛന്? ഒരുപാട് നാളായി അച്ഛന്റെ നാടകം പൊളിക്കാൻ നടക്കുന്ന ഒരു പ്യൂൺ CID ഉണ്ട് അവിടെ. അയാളുടെ മുമ്പിൽ അങ്ങനെ പോയി പെട്ടാലോ എന്ന് പേടിച്ചിട്ടാ. ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. അവൻ കള്ളനാണ്, ചെറ്റയാണ്, കഞ്ഞിയാണ്. ഓക്കെ, ദയവായി മാഡം വിശ്വസിക്കണം. അവന്റെ തനി സ്വരൂപം ഞാൻ പലതവണ കണ്ടതാണ്. അവൻ ഡയമണ്ട് മെർച്ചന്റ് ഒന്നും അല്ല. ആ പൊട്ടൻ ചെട്ടിയാരുടെ ലോറി പാഴ്സൽ സർവീസിലെ ഡ്രൈവറാണ്. ചേരിയിലാണ് അവന്റെ താമസം. കുടിച്ചിട്ടുണ്ടോ? അമ്മച്ചാണില്ല. പിന്നെന്താണ് ഡേർട്ടി സ്മെൽ? അയ്യോ മാഡം, ഞാനായിട്ട് കുടിച്ചതല്ല. ആ തെണ്ടുകളെല്ലാം കൂടെ എന്നെ കുടിപ്പിച്ച് കിടത്തിയതാ. കണ്ടില്ലേ, അവന്റെ തനി സ്വരൂപം പകർത്താൻ നോക്കിയതിന് അടിയും തന്ന് ക്യാമറയും ചവിട്ടി പൊളിച്ച് ഫിലിമിനെ ഊരി തോളിക്കൊണ്ടിട്ട് തന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ആൾമാറാട്ടം നടത്തി അയാൾ മകനെ ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? കാര്യം എന്താ? എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. മാഡം വളരെ ഗൗരവമായിട്ട് ഇതിനെ പറ്റി അന്വേഷിക്കണം. അതാ വന്നല്ലോ. അച്ഛനെ പറ്റി മോനോട് മാഡം തന്നെ നേരിട്ട് ചോദിക്കണം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ ചൊല്ല്. Did you call me, madam? Yes. കുഞ്ചുണ്ണി, what's your daddy? ബിസിനസ്. താൻ കേട്ടില്ലേടോ? അപ്പൊ മാഡം എവനെ വിശ്വസിച്ചല്ലേ? എവന്റെ അടുത്ത് ഞാൻ ചോദിച്ചാലേ ശരിയാവുള്ളൂ. മോനെ സത്യം പറയണം, മോന്റെ ഡാഡി എവിടെയാ താമസം? ബംഗ്ലാവിൽ. ബംഗ്ലാവ് എന്ന് വെച്ചാ വലിയ ഗാർഡനൊക്കെ ഉള്ള വലിയ ബംഗ്ലാവ്. യവൻ അച്ഛന്റെ മോനല്ല, അച്ഛന്റെ അച്ഛനാണ്. അച്ഛൻ അരക്കള്ളനെങ്കിൽ യവൻ മുക്കാക്കള്ളനാണ്. കറിയച്ഛൻ, you are going too far. Okay, you may go. മാഡം, Shut up and get lost. എന്നെ ആരും വിശ്വസിക്കണല്ലോ എന്നെ കർത്താവേ. നിൽക്ക്. ഏത് ഡാഡിയെ കുറിച്ചാ കുഞ്ഞുണ്ണി ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നേ? എന്റെ ഡാഡിയെ കുറിച്ച്. മനസ്സിലായില്ല. നോക്ക്, എല്ലാം അറിയാവുന്ന ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഓർമ്മ വേണം. അതാരാ? ഈ സീതാ മിസ് തന്നെ. സീതാ മിസ്സിന് എല്ലാ സത്യങ്ങളും എനിക്കറിയാം. സോ അവിടെ പറഞ്ഞതൊക്കെ
തൽക്കാലം രക്ഷപ്പെടാനുള്ള നുണകൾ മാത്രമാണെങ്കിൽ ഓക്കെ. അതല്ല, കുറച്ചു നാളായി കുഞ്ഞുണ്ണി തലയിൽ കയറ്റിവെച്ച് നടക്കുന്ന ഒരു ഡാഡി ഉണ്ടല്ലോ, ആ ഡാഡിയെ മോഹിച്ച് പറഞ്ഞതാണെങ്കിൽ. ലുക്ക്, കുഞ്ഞുണ്ണിക്ക് ഒരേ ഒരു ഡാഡി മാത്രമേ ഉള്ളൂ, അത് ഭാസ്കരനാ. മോനെ പഠിപ്പിച്ച് വലിയവനാക്കാൻ പാടുപെടുന്ന പാവം ഭാസ്കരൻ. ഡോണ്ട് ഫോർഗെറ്റ്. എന്താ പറഞ്ഞ ടീച്ചറെ? പാവം കുഞ്ഞുണ്ണിയുടെ ഡാഡി. പാവം നല്ല, കുഞ്ഞുണ്ണിയുടെ ഡാഡിയെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞു നടക്കുന്ന ഈ കറിയാച്ചന് പാവം കിട്ടുന്നാ പറഞ്ഞത്. എന്റെ കർത്താവേ, എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ചാവും. കറിയാച്ചന് വട്ടായെന്നാ തോന്നുന്നത്. തോന്നലല്ല, വട്ടായി. തമ്പി കൊണ്ടുവാടാ. தங்கவேலு, இதா நீங்க கேட்ட 1000 rupees. நம்ம பிளான் செய்த மாதிரி காரியங்கள் நடக்கணும். എനിക്ക് അവന്റെ മുഖം മൂടി വലിച്ചങ്ങ് കീറണം. എപ്പിടിയാവത് അവനെ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ കൊണ്ടിടണം. നമ്മ കമ്പനി വണ്ടിയിൽ ഡ്രൈവർ വേഷത്തിൽ വന്നാ പോതുമാ? பிரமாதமான ஐடியா, சூப்பர் பிரெயின் மேன். மீதி எங்க? முதல்ல வேலை முடியட்டும், அப்புறம் பைசா தராம். பாக்கறா டேய், பாக்கறா. என்ன சார்? ஸ்கூல் வண்டி ரிப்பேர் ஆச்சு, ஆனால நம்ம வண்டியிலே இந்த பார்சலை ஸ்கூலுக்கு கொடுத்துறேன். അത് ഞാൻ തന്നെ പോണോ? ഇവിടെ കുറച്ച് പണിയുണ്ട്. വണ്ടിക്ക് എന്താ കംപ്ലൈന്റ്? ഞാൻ ശരിയാക്കി തരാം. വേണ്ട വേണ്ട, തങ്കവേലു പറയണം കേട്ടാ മതി. டேய் போடா. സാർ, ഞാൻ 10 വർഷമാ വർക്ക്ഷോപ്പിലെ മെക്കാനിക് വേല പാത്തിരിക്കேன். ഈ പാഴ്സല് കൃത്യസമയത്ത് പ്രിൻസിപ്പളുടെ മേശപ്പുറത്ത് ചെന്നില്ലെങ്കിലേ എന്റെ ജോലി തെറിക്കും. സാർ, ഞാൻ டேய் சொன்னது கேளடா, அது தூக்கிட்டு போ. നിനക്ക് സ്കൂളിൽ നിന്ന് ഒരു എഴുത്തുണ്ട്. ഈ തെണ്ടി എന്താ ഈ വണ്ടിയില്? ആ മാനേജർ പാണ്ഡ്യ പറഞ്ഞിട്ടാ, അനുസരിക്കാതിരുന്നാൽ എന്റെ പണി പോവും, പിന്നെ എന്റെ മോന്റെ പഠിപ്പും കാര്യങ്ങളും. എടാ മണ്ടാ, നിന്നെ ഈ വേഷത്തിൽ കൊണ്ടുപോയി സ്കൂൾ സ്റ്റാഫിനെ എല്ലാം കാണിച്ച് മൊത്തം കുളവാക്കാനുള്ള അവന്റെ നമ്പർ ആവാ ഇത്. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ എക്സ്ക്യൂസ് മീ, എന്താ അത് എലിപ്പനിയുടെ എന്താണ്? അന്നാ പാക്കരന്റെ നീടി കിട്ടിയത് പോരെ? ഇപ്പൊ ബോഡി കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? മൂത്രമൊക്കെ എങ്ങനെ പോകുന്നു? മൂത്രം ഇപ്പൊ സെർന്ന് പറഞ്ഞാ പോണേ. ഇനി എങ്ങനെ സർന്ന് പറഞ്ഞ് പോണ്ട, സർ അത് മതി. ഭാസ്കര, പാഴ്സൽ എടുത്ത് വണ്ടി തള്ളിക്കൂട്, വണ്ടി എടുത്തോണ്ട് പോടാ. ഒരു നമ്പർ.